ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു ഗിവ് അവേ വീഡിയോ ആണേ. ഈ ഒരു 3 മാലകളാണ് ഞാൻ ഗിവ് അവേ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത്. അതും ഒരാൾക്കാണ്. ഇത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ഗിവ് അവേ ആണേ. അപ്പോൾ ഈ മാലകൾ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ തന്ന ഓരോ കമൻസ് ഞാനിവിടെ വായിച്ച് മാർക്കിട്ട് അങ്ങനെയാണ് 3 മാലകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ എക്സ്പീരിയൻസ് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗിവ് അവേ വീഡിയോ ഒക്കെ ഇട്ടു, കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് പിക്കറൊക്കെ ഉപയോഗിച്ചിട്ട് അയാളെ വിന്നറിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചയാൾ കോൺടാക്ട് ചെയ്തില്ല. കുറേ ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ മാല വേണ്ടുന്നവർ ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. എന്നിട്ട് മാത്രം ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ഗിവ് അവേയിൽ 3 ക്രൈറ്റീരിയ മാത്രമാണ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ഇടുക. ഗിവ് അവേക്ക് നിങ്ങൾ റെഡിയാണോ എന്ന ഈ ഒരു വീഡിയോയ്ക്കാണ് ഞാൻ കമൻറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു 35+ കമൻറ്റ് ഉണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർ ഏതാ മാല സജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോട്ടസ് മാലയാണ് ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കമൻറ്റ്. ഏറ്റവും കൂടുതൽ വന്ന സജഷനും ലോട്ടസ് മാല തന്നെയായിരുന്നു. ഒരു 10-12ഓളം മാലകൾ ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഈ പെൻഡൻസും സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗിവ് അവേയിൽ എന്തായാലും ലോട്ടസ് മാല നൽകാൻ വേണ്ടിയിട്ട് കമൻറ്റ് വരുന്ന അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പെൻഡൻസ് സെയിൽ ചെയ്യാണ്ട് ഈ ഒരു ഗിവ് അവേക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഊഹം പോലെ തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ ലോട്ടസ് മാല വേണം, ലോട്ടസ് മാല ഗിവ് അവേ വെക്കണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സജഷനായിട്ട് വന്നത് കാശുമാലയാണ്. അതുപോലെ വൈറ്റ് കാശാണ് സജഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ഗിവ് അവേക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് വൈറ്റ് കാശുമാലയായിരുന്നു. അപ്പം അതിവിടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ആ വൈറ്റ് കാശുമാല തന്നെ നൽകാം. അതുപോലെ ഈ ഒരു ഗിവ് അവേയുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നെക്സ്റ്റ് ഒരു ഗിവ് അവേ കൂടി വെച്ചാലോ എന്നൊരു ആലോചന കൂടി ഉണ്ട്. അതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുക. ഏകദേശം എല്ലാ കമൻസും നോക്കിയിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടസ് മാല ഫസ്റ്റ് വന്നു, പിന്നെയാണ് വൈറ്റ് കാശുമാല. ശരിക്കും എൻ്റെ കയ്യിൽ പെൻഡൻറ്റ് ബാക്കിയുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം കുറേ പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു കാശുമാല. അതുപോലെ ലോട്ടസിൻ്റെ മാല എൻ്റെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കായിരുന്നു. അപ്പം ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ കാശ് എൻ്റെ കയ്യിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കാശുമാല ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് വളരെ സന്തോഷമാണ്. ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു സാധനം ബാക്കിയുള്ളൊരാൾ ഇട്ട് അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ 3ാമതായിട്ട് സെലക്ട് ചെയ്തത് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് മാല ഉണ്ടല്ലോ, സിംഗിൾ പെൻഡൻ്റ് ആയിട്ടുള്ളൊരു മാല. അതിന് എൻ്റെ കയ്യിലുള്ള പെൻഡൻ്റ് വെച്ചിട്ട് ഗ്രീനോ മെറൂണോ ബ്ലൂവോ ഏതെങ്കിലും ഒരു മാല കൂടി വെക്കാമെന്നാണ് ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങൾ ഫസ്റ്റ് കണ്ട ഒരു 3 മാല. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളിൽ നിന്നാണ് ഞാൻ ഏത് മാല വേണം ഗിവ് അവേ വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കത്ര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ഏതൊക്കെ മാല വെക്കണം എന്നുള്ളതിന്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ലെയർ മാലകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊക്കെ വെക്കാം അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വന്നില്ല, എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തതിനാൽ. അപ്പോൾ ഈ ഒരു ഗിവ് അവേയുടെ ക്രൈറ്റീരിയ കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഗിവ് അവേക്ക് ലൈക്കും കമൻറ്റും ഇട്ട് മാത്രം പോയാൽ പോരാ, നമ്മുടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഗിവ് അവേ വിന്നർ ആരാണെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരേണ്ടി വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു 25-ാം തീയതിയാണ് ഞാനിതിൻ്റെ വിന്നർ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രൈറ്റീരിയ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോയ്ക്ക് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയയാണ്. അപ്പോൾ നമുക്കിനി മാലയുടെ പാക്കിങ് കൂടി കാണാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ പെൻഡൻറ്റ് വരുന്ന മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് കാശുമാല. ഇനി നമ്മൾക്ക് ലോട്ടസ് മാല ഉണ്ടാക്കണം. കയ്യിലെ ലോട്ടസ് മാലയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു വെച്ച 2-3 പെൻഡൻസ് ആയിരുന്നു ഇത്. എനിക്കറിയാം ഗിവ് അവേക്ക് ഇത് എന്തായാലും വേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു മാല കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിന് കൊടുക്കേണ്ട 3 മാലകളും റെഡിയാകും. സിമ്പിളായിട്ടുള്ള പെൻഡൻ്റാണ് ഉപയോഗിക്കുന്നത്.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഗിവ് എവേക്ക് വിൻ ചെയ്ത ആൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അവർ ഈ ഗിവ് എവേ അനൗൺസ്മെൻറ്റിന് ശേഷം ഈ വിന്നറായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്യണം. 25-ാം തീയതി ഞാൻ അനൗൺസ് ചെയ്യും ഈ വിന്നറിനെ. ഒരു 26-27 തന്നെ, 28 മാക്സിമം, അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. അതിനുള്ളിൽ തന്നെ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് അയക്കണം. അഥവാ വിന്നർ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആളെ കണ്ടുപിടിക്കും. കഴിഞ്ഞ ഗിവ് എവേയിൽ ഫെയിലായ പോലെ ഇപ്രാവശ്യം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വിന്നറായിരിക്കുന്ന ആൾക്ക് ഒരു 2 ദിവസം ഞാൻ സമയം തരും. 2 ദിവസം കഴിഞ്ഞിട്ട് വിന്നർ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആളെ തിരഞ്ഞെടുക്കും. എന്തായാലും ഞാൻ ഈ ഒരു ഗിവ് എവേ ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ 2 ദിവസമാണ്. 25-ാം തീയതി ഞാൻ ഈ ഒരു ഗിവ് എവേ വിന്നറെ അനൗൺസ് ചെയ്യുന്നു. 26, 27, 8 മണി വരെ ഞാൻ കാത്തിരിക്കും. 27-ാം തീയതി 8 മണി വരെ ആരും മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ഓണത്തിനായിട്ടാണല്ലോ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എത്തണമല്ലോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് ലേറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മാക്സിമം ഒരു 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമൻ്റ് ഇടുന്നതിന് പോലെ തന്നെ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നെക്സ്റ്റ് ഗിവ് അവേ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, പല മാലകളും ഞാനിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയ മാലകൾ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റിലേക്ക് ഉണ്ടാക്കിയ മാലയാണ് കാശുമാലയും അതുപോലെ ലോട്ടസ് മാലയൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് മുത്തുകളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ന്യൂജനായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാലകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വന്നിട്ടും കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗിവ് അവേ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് പരിഗണിക്കാം. നമ്മുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇനി വരുന്ന ഗിവ് അവേ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഈ ഗിവ് അവേ എന്തായാലും നടക്കട്ടെ. ഇതിൻ്റെ റെസ്പോൺസൊക്കെ അനുസരിച്ചായിരിക്കും ഞാൻ അടുത്തൊരു ഗിവ് അവേ ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. ഫൈനലി നമ്മുടെ ലോട്ടസ് മാലയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേക്ക് എല്ലാവരും റെഡിയല്ലേ? നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ ഇടാവുന്നതാണ്. ഈ ഒരു വീഡിയോ ആണ് ഗിവ് അവേയുടെ വീഡിയോ ആയിട്ട് പരിഗണിക്കുക. മാക്സിമം ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നോക്കാം ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് ഈ ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഗിവ് അവേ കിട്ടാൻ പോകുന്ന ആൾ നല്ലൊരു ഭാഗ്യശാലിയാണ്. നല്ല അടിപൊളി 3 മാലകൾ, ഇൻവിസിബിൾ ആയിട്ടുള്ള മാലകൾ, വളരെ ട്രെൻഡി ആയിട്ടുള്ള മാലകളാണ്. അപ്പോൾ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ തുടങ്ങാം.